Hi viewers, it's me Reshma. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമോ ഹെയർ കളറാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് എങ്ങനെ ഹെയർ കളർ ചെയ്യാം, അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതെന്ന് വെച്ചാൽ മാജിക് ലിഫ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, മാജിക് ലിഫ്റ്റിൻ്റെ ആണ്. അതിൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് 12.3 ആണ് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത്. 12.3 ആണ് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണ്, വെർജിൻ ഹെയർ അല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിൻ്റെ ഇത്രയും പോർഷനാണ് ഞാൻ ഹെയർ കളർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി കുറച്ച് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ വരുന്നത് വെച്ചാൽ ഒരു കോപ്പർ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഞാൻ അത്യാവശ്യം ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ സെയിം റേഷ്യോ ഞാൻ ഡെവലപ്പറും കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മൾ സെയിം റേഷ്യോയിൽ എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ലൈറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫാസ്റ്റായിട്ടിടാം. ഇത് മിക്സ് ചെയ്യാൻ നേരത്തെ ഗ്ലൗസ് ഇടേണ്ടതായിരുന്നു, ഞാനപ്പോൾ അത് വിട്ടുപോയി. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യേണ്ടതായിരുന്നു, അപ്പോൾ ഞാനത് വിട്ടുപോയി. കാരണം എൻ്റെ കയ്യിൽ കണ്ടോ 3 ഫിംഗേഴ്സ് ഫംഗൽ പോലെ വന്നു. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇടാം. അത് മിക്സ് ചെയ്യുമ്പോഴും ഗ്ലൗസ് ഇട്ടോണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ എല്ലാം സെറ്റ്. ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്യണമെങ്കിലുണ്ടല്ലോ നമുക്ക് കറക്റ്റ് എത്രത്തോളം ചെയ്യണം കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കിട്ടും, തന്നെ ചെയ്യുന്നതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം എനിക്ക് 2 ലെയർ, എൻ്റെ ഒരുപാട് വോളിയമുള്ള ഹെയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലങ്ങ് ചെയ്യാം. പിന്നെ നമുക്കിത് ഈ ഹെയർ ഫുള്ളും കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അല്ലാതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒറ്റയ്ക്ക് ചെയ്യുമ്പം റിസ്ക് ആയതുകൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബാക്ക് കോംബ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയും ഹെയറിൽ മാത്രമേ വരുള്ളൂ. തനിയെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ചെയ്യാനായിട്ട്. എപ്പോഴും ഒരാൾ ചെയ്തു തരുന്നതായിരിക്കും ആ ഒരു പെർഫെക്റ്റ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതായിട്ടില്ല, ആയി കാണത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പം എല്ലായിടും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുക, ഇങ്ങനെ നന്നായിട്ട് കോംബ് ചെയ്യുക. അപ്പോൾ മനസ്സിലാവും കണ്ടോ, ഇടയ്ക്കൊന്നും ആയിട്ടില്ല, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഹെയറിലും ചെയ്യാം. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പോൾ ഒത്തിരി വോളിയം ഇല്ലാത്ത ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ 2ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് 4 ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു 30 to 40 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തു. ഞാൻ ഈ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫുള്ളി നമുക്ക് ഈ കളർ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടം ഒരു മിക്സായിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് കോംബ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ബ്ലാക്ക് കളറും കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.